ഹലോ ഗൈസ്. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ പുറമെ ഇതേപോലെ അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ കിടക്കുന്നത് ആൽബിനോ, ഹെക്കല്ലിയും പിന്നെ ഗ്രീൻ ടെറർ എന്ന് പറഞ്ഞ മീനുകളാണ്. അപ്പോൾ അത് വലിയ സൈസല്ല, ഒരു ആവറേജ് സൈസായിട്ടുള്ള മീനാണ്. നമ്മളിവിടെ ചെറുപ്പത്തിലെ കുഞ്ഞിനെ വാങ്ങിയാണ്. അപ്പോൾ ഈ സൈസായി ഈ സംഭവം ഉണ്ടാവും. ഒരു 6-7 മാസമായി ഉണ്ടാവും. 6 മാസമായിട്ടില്ല, ഒരു 4-5 മാസമായി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ആ ടാങ്കിനെ ക്ലീനിങ് പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ മേലുണ്ടായ ഒരു ചെറിയ ഷീറ്റും പിന്നെ ഒരു സ്റ്റീലിൻ്റെ സാധനം സ്ട്രക്ചറുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അതിനെ ജസ്റ്റ് ആ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് ക്ലീൻ ആകാൻ നമ്മളിങ്ങനെ ചെറിയൊരു ഡിഷ് വാഷൊക്കെ ചെയ്യണ സാധനം വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കാം. അത് റെഗുലറായിട്ട് ക്ലീൻ ആക്കണം, കാരണം ആൽഗയുടെ ഗ്രോത്ത് എപ്പോഴും വരും. സൂര്യപ്രകാശത്തിൻ്റെ എക്സ്പോഷറൊക്കെ കാരണം ആൽഗ ഗ്രോത്തും പൂപ്പലൊക്കെ വരും. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ക്ലീനായി കൊടുക്കണം. പിന്നെ വല്ലപ്പോഴും ഞാനിങ്ങനെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒക്കെ ജസ്റ്റ് വെള്ളം ഒന്ന് ഇങ്ങനെ കളയും. ഇതിലൊരു ചെറിയ ഫിൽറ്റർ ഉണ്ട്, പക്ഷേ ഫിൽറ്റർ അത്രയും സൂപ്പറാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചെറിയൊരു ഫിൽറ്ററാണ്. അപ്പോൾ അത് കുറച്ചൊക്കെ വെള്ളത്തിനെ ക്ലീൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ബാക്കി നമ്മളിങ്ങനെ വല്ലപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്യാണ്ട് വേറെ വഴിയില്ല. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് ഇടയ്ക്ക് വരുന്നത്. പിന്നെ അതിൽ കുറേ പ്ലാന്റ്സൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ മണ്ണൊക്കെ ചിലപ്പോൾ ഈ മീനുകളൊക്കെ ഒന്ന് ഇളക്കി ചിലപ്പോൾ അതിങ്ങനെ അഴുക്കായിട്ടൊക്കെ നിൽക്കാറുണ്ട്. അങ്ങനെ ഫുൾ വെള്ളം എടുത്ത് കളഞ്ഞു. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ, എന്നാലും അതിൻ്റെ ചെടികളുണ്ട്, ചെടിയുടെ സൈഡിലൊക്കെ ഒരുപാട് ചെളിയും ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ വേറെ പൈപ്പിൽ വെള്ളം കയറ്റിയിട്ട് അങ്ങനെ ജസ്റ്റ് ക്ലീനാക്കി എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യണ വെള്ളം എന്ന് പറഞ്ഞാൽ സാധാ പൈപ്പിലത്തെ വെള്ളമാട്ടാണ്, അതാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു കാര്യത്തിന്. അപ്പോൾ അങ്ങനെ അന്നത്തെ പണി കഴിഞ്ഞു. രാവിലെയാണ് ഇത് ചെയ്യണത്. നല്ല മഴയും പെയ്യുന്നുണ്ട്. മഴയത്ത് നമ്മൾ ഒരു വൈബിൽ മഴയും കൊണ്ട് പണി ജസ്റ്റ് തീർത്തു. പക്ഷേ കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ മഴ. അതിൻ്റെ അപ്പോൾ തന്നെ മഴ മാറി. ഇപ്പോൾ അത് ഫിൽറ്റർ സെറ്റ് ചെയ്യുന്നതാണ്. എന്താ സൈഡിലാണ് ഞാൻ ആ ഫിൽറ്റർ വെച്ചേക്കണത്. ചെറിയൊരു ടോപ്പിൽ ഉള്ളൊരു ഫിൽറ്ററാണിത്. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയ അളവിൽ നമുക്കൊരു ഓക്സിജൻ കിട്ടാനും പിന്നെ ഈ വെള്ളം ചെറുതായിട്ട് ഫിൽറ്റർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ എല്ലാ ദിവസവും അതിൽ ചെറിയൊരു ഫിൽറ്ററിൻ്റെ ഒരു ഇതുണ്ട്, അത് ഞാൻ എല്ലാ ദിവസവും ക്ലീൻ എടുത്ത് മാറ്റാറുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. നല്ല മഴയായി എപ്പോഴേക്കും. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ നിറച്ച് ഫിൽറ്ററിൽ സെറ്റാക്കി ഹീറ്ററൊക്കെ ഉണ്ട്. ഞാൻ ചെറിയൊരു ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും വെച്ചു. ലൈറ്റ്, നല്ല ചെറിയൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പണി ഫുൾ തീർന്നു. അതിൻ്റെ മേലെ നമ്മൾ മേലെ നിന്ന് പൊടിയും ഇതൊക്കെ വരും. മീൻ ചാടി പോകാണ്ടിരിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു വൈറ്റ് ഷീറ്റ് വയ്ക്കും. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ സൂര്യപ്രകാശനത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യണത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യം. ഇനി നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്, രാത്രിയിലെ വ്യൂ.